നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന മസഗോൺ കപ്പൽ നിർമ്മാണശാലയെ കുറിച്ചാണ്. MDL അഥവാ മസഗോൺ ഡോക്ക് ഷിപ്ബിൽഡേഴ്സ് ലിമിറ്റഡ് ഇന്ത്യൻ നേവിക്ക് വേണ്ടി യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും നിർമ്മിക്കുന്ന ഇന്ത്യൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. യുദ്ധക്കപ്പലുകൾക്ക് പുറമെ കാർഗോ കപ്പലുകളും പാസഞ്ചർ കപ്പലുകളും ഓഫ് ഷോർ ഓയിൽ ഡ്രില്ലിങ്ങിന് വേണ്ട പ്ലാറ്റ്ഫോമുകളും പിന്നെ ഓയിൽ ടാങ്കറുകളും എല്ലാം ഈ സ്ഥാപനം ഇന്ന് നിർമ്മിക്കുന്നുണ്ട്. മുംബൈ മസഗോണിലാണ് ഈ കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആരംഭിച്ച ഈ സ്ഥാപനം 1934 ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. 1960 ഇന്ത്യ ഗവൺമെന്റ് ഇതിനെ ഏറ്റെടുത്ത് ഒരു പൊതുമേഖലാ സ്ഥാപനമായി മാറ്റുകയാണ് ഉണ്ടായത്. 2020 ഒക്ടോബറിൽ MDSLന്റെ IPO നടക്കുമ്പോൾ ഗവൺമെന്റിന്റെ കൈവശം ഇരുന്ന 15.17%, അതായത് 3.06 കോടി ഷെയറുകളാണ് ഇഷ്യൂ ചെയ്തത്. അങ്ങനെ ഇഷ്യൂ ചെയ്ത് 444 കോടി രൂപ ഗവൺമെന്റ് അന്ന് സമാഹരിക്കേണ്ടതായിട്ടുണ്ട്. ഈ കമ്പനിയുടെ കഴിഞ്ഞ ക്വാർട്ടറിലെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. IPOയുടെ ഭാഗമായിട്ട് ഓഫ്ലോഡ് ചെയ്ത 15.17% ഒഴിവാക്കിയാൽ ബാക്കി 84.83% ഇപ്പോഴും ഗവൺമെന്റിന്റെ കൈവശം തന്നെയാണുള്ളത്. കഴിഞ്ഞ 5 ക്വാർട്ടറിലും ഗവൺമെന്റ് അവരുടെ സ്റ്റേക്കിൽ യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ വിഹിതം ക്രമേണ ഉയർത്തുന്നുണ്ട്. IPO നടന്ന ക്വാർട്ടറിൽ 0.62 മാത്രമായിരുന്ന വിദേശ നിക്ഷേപകരുടെ വിഹിതം ക്രമേണ അവർ 1.82% വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇടക്കാലത്ത് അവർ വിറ്റൊഴിവാക്കി പോയിട്ടുണ്ടായിരുന്നെങ്കിലും ക്രമേണ അവർ വീണ്ടും തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബറിലെ 0.43%-ൽ നിന്ന് 0.94%-ലേക്ക് അവരുടെ ഹോൾഡിംഗ് വർദ്ധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റേക്ക് ഉയർത്തിയാൽ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെയും റീറ്റെയിലേഴ്സിന്റെയും പാർട്ടിസിപ്പേഷൻ കുറയാനാണ് സാധ്യത. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. IPOയുടെ സമയത്തുണ്ടായിരുന്ന 13.32% ഒന്നാം പാദമായപ്പോഴേക്കും 14.03% എത്തിയിരുന്നെങ്കിലും പിന്നെ ക്രമേണ 12.4% എത്തുകയായിരുന്നു. ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളിലാണ് പൊതുവെ നിക്ഷേപകർ, വിദേശ നിക്ഷേപകരായാലും ശരി, അല്ലെങ്കിൽ ഇവിടുത്തെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയാലും ശരി, കൂടുതലായിട്ട് നിക്ഷേപിക്കാറുള്ളത്. ഈ പർട്ടിക്കുലർ ഓഹരിയിൽ ഈ ഒരു പ്രവണത നന്നായിട്ട് കാണുന്നുണ്ട്. ഈ ഓഹരി ആകർഷകമാവാനുള്ള പ്രധാന കാരണം ഇതിലെ റിസ്ക് ഫാക്ടർ താരതമ്യേന കുറവാണ് എന്നുള്ളതാണ്. വാല്യുവേഷനും വളരെ ആകർഷകം തന്നെയാണ് ഇപ്പോഴത്തെ റേറ്റിൽ. പ്രൈസ് ചാർട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, നവംബർ 2nd വീക്കിൽ സ്റ്റോക്ക് പ്രൈസ് 312 രൂപ എത്തിയതായിട്ടാണ്. അതിനുശേഷം 245-ലേക്ക് കുറഞ്ഞ് വീണ്ടും തിരിച്ച് 278-ലേക്ക് തിരിച്ച് കയറിയിട്ടുണ്ട്. ഈ പ്രൈസ് റേഞ്ചിൽ MDL വളരെ നല്ല ഒരു സ്റ്റോക്കാണ്. ദീർഘകാലത്തേക്ക് വാങ്ങിക്കുന്നത്, ലോങ് ടൈമിലേക്ക് വാങ്ങിക്കുന്നത് ഗുണം ചെയ്യാനാണ് സാധ്യത. മാത്രമല്ല ഈ കമ്പനിയിൽ കടം, ഡെപ്റ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല പിക്കായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വേറെ ചില പാരാമീറ്റേഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ PE റേഷ്യോ അഥവാ പ്രൈസ് പെർ ഏർണിംഗ് റേഷ്യോ 12.3%-ൽ നിന്ന് 8.3%-ലേക്ക് കുറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് വളരെ നല്ലൊരു ഇൻഡിക്കേറ്ററാണ്. അതുപോലെ ഏർണിംഗ് പെർ ഷെയർ 22.5%-ൽ നിന്ന് 33.3%-ലേക്ക് ഉയരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സാമ്പത്തിക വർഷം 2023-ലേക്ക്. ഡിവിഡൻഡ് ഈൽഡ് ഇപ്പോൾ ഉള്ള 2.6%-ൽ നിന്ന് 3.1%-ലേക്ക് ഉയരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഭാവിയിൽ ഫണ്ടമെന്റൽസ് കുറച്ചുകൂടി ഇംപ്രൂവ് ആവും എന്നുള്ള വ്യക്തമായ സൂചന നമുക്ക് കിട്ടുന്നുണ്ട്. പ്രധാനമായും കോവിഡിനോടനുബന്ധിച്ചുള്ള നിയന്ത്രണങ്ങൾ മഹാരാഷ്ട്രയിൽ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ കമ്പനിയുടെ ഓർഡർ ബുക്ക് പരിശോധിക്കുകയാണെങ്കിൽ 50,000 കോടിയോളം മൂല്യം വരുന്ന കരാറുകൾ ഇപ്പോൾ തന്നെ ഈ കപ്പൽശാലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 35,000 കോടി മൂല്യമുള്ള കരാറുകൾ ബിഡിംഗ് ഫേസിൽ പൈപ്പ് ലൈനിലും ഉണ്ട്. കോമ്പറ്റീറ്റേഴ്സ് അധികം ഇല്ലാത്തൊരു ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ 35,000 കോടി പൈപ്പ് ലൈനിലുള്ള കരാറുകളിൽ കുറേ അധികം MDLന് തന്നെ ലഭിക്കുന്നതായിരിക്കും. മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടുള്ള പുതിയ പ്രോജക്റ്റുകളും അതിന് പുറമെ 6,000 കോടി രൂപയ്ക്കുള്ള വിദേശ ഓർഡറുകളും MDL പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോജക്റ്റുകൾ ഒന്നും തന്നെ 1-2 വർഷം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഇതെല്ലാം 7-8 വർഷം ദൈർഘ്യം വരുന്ന പ്രോജക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ കരാറിലായതും ഇനി ആവാനിരിക്കുന്നതായ പ്രോജക്റ്റുകളിലൂടെ അടുത്ത 10 വർഷത്തേക്കുള്ള വളർച്ച കമ്പനി ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓർഡേഴ്സ് ഉറപ്പിച്ച 50,000 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഇപ്പോഴത്തെ വാർഷിക വരുമാനത്തിന്റെ 12 ഇരട്ടിയാണ്. അപ്പം തീർച്ചയായിട്ടും കമ്പനിയുടെ ഗ്രോത്ത് ഓൾറെഡി അഷ്യൂർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് പുറമെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഓർഡറുകൾക്ക് സ്വീകരിക്കുന്ന അഡ്വാൻസ് MDL ബാങ്കിൽ സ്ഥിര നിക്ഷേപമായിട്ട് സൂക്ഷിക്കാറുണ്ട്. 5,000 തൊട്ട് 7,000 കോടി വരെ ഇങ്ങനെ FDI സൂക്ഷിക്കുന്നതിൽ നിന്നും 500 കോടി ആനുവൽ ഇൻകം പലിശയായിട്ട് MDLന് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഗോവ ഷിപ്പ്യാർഡിൽ 47% സ്റ്റേക്ക് MDLനാണുള്ളത്. അതിൻ്റെ ഡിവിഡൻഡായിട്ട് 50 കോടി വരെ ആനുവലി MDLന് കിട്ടുന്നുണ്ട്. കമ്പനിയുടെ ഫണ്ടമെന്റൽസ് എത്ര നന്നായാലും ചിലപ്പോഴൊക്കെ സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് പോകാറുണ്ട്. മാർക്കറ്റിൽ ഇത്തരം റിസ്ക്കുകളെ കുറിച്ച് അറിഞ്ഞിരിക്കുകയും അതിനനുസരിച്ച് ബുദ്ധിപരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും വേണം. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരമാവധി ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏതെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.